Hi friends, welcome back to LP UP syllabus oriented PSC coaching. ഇത് ഇംഗ്ലീഷ് സബ്ജക്റ്റിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. ആദ്യ വീഡിയോയിൽ പൊതുവായ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഈ വീഡിയോയിൽ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ വിശദമായ രൂപങ്ങളും അതിനുശേഷം അതിനോടനുബന്ധിച്ചുള്ള ഒരു ചെറിയ എക്സാമുമാണ്. ഇനി സിമ്പിൾ പ്രസൻറ്റിൻ്റെ വിശദമായ ഘടന നോക്കാം. സബ്ജക്റ്റ് പ്ലസ് വെർബിൻ്റെ പ്രസൻറ്റ് ഫോം, അതായത് അടിസ്ഥാന ഫോം പ്ലസ് ഒബ്ജക്റ്റ്, ഇതാണ് സിമ്പിൾ പ്രസൻറ്റിൻ്റെ ഘടന. ഇനി ഓരോ ഉദാഹരണം വെച്ച് ഓരോ കാര്യങ്ങൾ, ഓരോ റൂളുകൾ നമുക്ക് പഠിക്കാം. ഫസ്റ്റ് വൺ, സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കാൻ. ഐ ഗെറ്റ് അപ്പ് എവറി ഡേ അറ്റ് 5 o'clock. സെക്കൻഡ് വൺ, പ്രപഞ്ച സത്യങ്ങളെ സൂചിപ്പിക്കാൻ. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. തേർഡ്, മുൻകൂട്ടി തീരുമാനിച്ചുറപ്പിച്ചതും ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നതുമായ കാര്യങ്ങൾ. ദ പ്രോഗ്രാം സ്റ്റാർട്ട്സ് അറ്റ് 9 o'clock. ഫോർത്ത് വൺ, സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. പ്രോവർബ്സ് ആവാം, കൊട്ടേഷൻസ്, മാക്സിംസ് എന്നിവയൊക്കെ സൂചിപ്പിക്കാനും സിമ്പിൾ പ്രസന്റ് ആണ് ഉപയോഗിക്കുന്നത്. ഫിഫ്ത്ത് വൺ, ഹിയറിലോ ദേറിലോ, ഹിയർ ഓർ ദേർ, അതിൽ തുടങ്ങുന്ന. എക്സ്ക്ലമറേറ്ററി സെന്റൻസ്, നമുക്ക് ആശ്ചര്യം തോന്നുന്ന സെന്റൻസുകൾ, ഇവയെ സൂചിപ്പിക്കാനും എന്തുപയോഗിക്കാം? സിമ്പിൾ പ്രസന്റ്. ഒരു എക്സാമ്പിൾ ആണ് ഹിയർ കംസ് ദ ബസ്. ബസ് പെട്ടെന്ന് വരുമ്പോൾ നമുക്ക് ആ സന്തോഷം കൊണ്ട് പറയുന്നത്. സിക്സ്ത് വൺ, ഫുട്ബോൾ കമന്റേറ്ററി ആവാം, അതേപോലെ ക്രിക്കറ്റ് കമന്റേറ്ററി, അതായത് നമ്മൾ സാധാരണ കേൾക്കുമ്പോഴല്ലേ പന്ത് അങ്ങോട്ട് തട്ടുന്നു, അങ്ങനെ. സെവൻത്ത് വൺ, വാട്ടർ ബോയിൽസ് അറ്റ് 100 degree, അതായത് വസ്തുനിഷ്ഠവും കാലാതീതവുമായ സംഭവത്തെ സൂചിപ്പിക്കുന്നതിന്. ഇനി നമുക്ക് കുറച്ച് ടൈം അഡ്വേർബ്സ് പരിചയപ്പെടാം. ഇത്തരം വേർഡുകൾ സെന്റൻസിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും അത് സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. ആ സെന്റൻസ് ഏതെല്ലാമാണ് വേർഡുകളെന്ന് നോക്കാം. ഓൾവേസ്, ഓഫൺ, യൂഷ്വലി, ജനറലി, ഫ്രീക്വൻലി, റയർലി, ഒക്കേഷണലി, അങ്ങനെയുള്ള ഇത്തരം വേർഡുകൾ ഉണ്ടായാൽ സിമ്പിൾ പ്രസന്റ് ആയിരിക്കും സെന്റൻസ്. എക്സാമിന് ശേഷം നിങ്ങളുടെ മാർക്കുകൾ കമന്റ് ചെയ്യുക.